സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കോഴിക്കോട് കാട്ടിൽ പീടികയിൽ പ്രതിഷേധം. പദ്ധതിക്കായി ദക്ഷിണ റെയിൽവേ അധികൃതരും കേരയിൽ പ്രതിനിധികളും ഇന്ന് കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് പ്രതിഷേധം ശക്തിപ്പെട്ടത്. രാഹുൽ സുരേഷ് കാട്ടിൽ പീടികയിൽ നിന്ന് തത്സമയം ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് നിർണായകമായ യോഗമാണ് ഇന്ന് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കേരയിൽ ഉദ്യോഗസ്ഥരും തമ്മിലാണ് ഈ യോഗം നടക്കാൻ പോകുന്നത്. പദ്ധതി രേഖയുമായി ബന്ധപ്പെട്ട് ചില നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനെതിരെയാണ് ഇന്ന് കേരയിൽ വിരുദ്ധ സമിതി സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കാട്ടില പീടികയിലും ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് മുതൽ വലിയ സമര പോരാട്ടങ്ങൾ നടന്ന ഒരു ഇടം കൂടിയാണ് കാട്ടില പീടിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിനെതിരെയാണ് ഇന്ന് രാവിലെ 8 മണി മുതൽ ഇവിടെ പ്രതിഷേധം ആരംഭിച്ചത്. നിരവധി ആളുകളാണ് ഈ സമരപ്പന്തലിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇന്നത്തെ യോഗത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ യോഗത്തെ ഞങ്ങൾ കാണുന്നത്, ഇത് തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 4.5 വർഷമായി കിട്ടിയ DPR അവർ കയ്യിൽ വെച്ചിരിക്കുകയും ഇന്നലെ അതിനെ തള്ളിക്കളയുകയും, അതായത് പുതിയത് വാങ്ങാൻ വേണ്ടി അടുത്തത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അടുത്ത DPR വാങ്ങി ഇതിന് അനുമതി കൊടുക്കാനുള്ള ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 27 വർഷമായി മുടങ്ങിക്കിടന്ന ശബരി റെയിൽപാത പോലും ഇപ്പോൾ പണിയാൻ വേണ്ടി കളക്ടർമാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ദക്ഷിണ റെയിൽവേ ഇതിന് അനുകൂലമായിട്ട് മുന്നോട്ട് പോകും, ഇതിന് അനുമതി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായും വളരെ ഹിഡനായിട്ടുള്ള ഗൂഢമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പലതും നീങ്ങിയ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ചർച്ചയായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ പദ്ധതി രേഖയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനെ ഈ കേന്ദ്രത്തിന്റെ ഈ അനുകൂലമായ ചില തീരുമാനങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ സമരസമിതി കാണുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളയിൽ നിലവിലുള്ള അലൈൻമെന്റ് മാറ്റി വേറൊരിടത്ത് കൊണ്ടുവരാമെന്ന് സങ്കല്പം മാത്രമാണ്. അങ്ങനെ വന്നാൽ പോലും കേരളത്തിന്റെ പാരിസ്ഥിതിക സംവിധാനത്തെ വർഷങ്ങളോളം ദുരന്തത്തിലാഴ്ത്തുന്ന ഈ പദ്ധതിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ ഞങ്ങൾ ഒരുക്കല്ല. ഞങ്ങൾ ഇവിടെയുള്ള ആളുകളാണ്, പക്ഷേ കേരളീയരാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഒരു പൊതുബോധത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ദുരന്ത വികസന പദ്ധതിയെ ശക്തിയുക്തം എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. SKN, കേരയിൽ വേണ്ട കേരളം മതി എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കേരയിൽ വിരുദ്ധ സമിതിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ സമരം ഇപ്പോഴും കാട്ടിലപ്പീടികയിൽ ഇപ്പോൾ തുടരുകയാണ്. മറ്റു ജില്ലകളിലും ഉടൻ തന്നെ സമരം ആരംഭിക്കുമെന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.